They're afraid maybe that when they are removing that one, they also soil they can get going there. Inside that will complete. എന്താന്നറിയാം ഞങ്ങൾ ചോദിച്ചത് ആ വെല്ലെന്ന് പറയുന്നത് 42 ഫാമിലീസ് ഉപയോഗിക്കുന്ന ഒരു വെള്ളമാണ്. അതായത് കുളിക്കാന്, കുടിക്കാന്, അലക്കാന് എല്ലാത്തിനും ആ വെള്ളം എടുക്കുന്നതാണ് ഇവര് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ എടുക്കുന്ന കിണറാണെങ്കിൽ എന്തുകൊണ്ട് അവരാ പുല്ലൊക്കെ നന്നാക്കുന്നില്ല, വെട്ടി ക്ലീൻ ആക്കുന്നില്ല? അപ്പൊ ഒരു നമസ്കാരം, അരുണാണ്, കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ വില്ലേജിന്റെ തൊട്ടപ്പുറത്തെ വില്ലേജിലാണുള്ളത് കേട്ടോ. കാരണം നമ്മുടെ ആ വില്ലേജിൽ വന്ന സമയത്ത് അവിടുന്ന് കുറേ ആൾക്കാർ ഈ വില്ലേജിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടുന്ന് മാത്രമല്ല, ഇവിടെ തൊട്ടടുത്ത് 2-3 വില്ലേജ് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിരുന്നു. നമ്മളവിടെ കിണർ നിർമ്മിച്ചതുപോലെ തന്നെ ഒരു കിണർ ഇവർക്ക് നിർമ്മിക്കണം. അപ്പോൾ ഇവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, എന്തിനും തയ്യാറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി വന്നല്ലേ ഇന്ന്. അതെ, നമ്മൾ സ്ഥലം കാണാനും ഇവർ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്, ഇനി എവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലേ? അതെ, അപ്പോൾ നമുക്ക് ഇത് ആൾക്കാരെ കൂട്ടി പോയേക്കാം. അപ്പോൾ നമ്മുടെ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും നമ്മുടെ ആൾക്കാരാട്ടോ, ഇവരാണ് നമ്മളിപ്പോൾ വിളിച്ചത്. അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞു ഇവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് മറ്റൊരു കിണർ ഇവിടെ കുഴിക്കാൻ പോവാണ് കേട്ടോ. ശുദ്ധജലം കിട്ടുന്ന അടിപൊളി ഒരു കിണർ ഇവിടെ കുഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള വീട്ടിലെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കിണർ കുഴിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇവർക്ക് കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യം, വലിയ കിണറുകളാകുമ്പോൾ കൃഷിയെ കൂടി അവർക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും, കൃഷി കുറച്ചുകൂടെ വിപുലീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഇപ്പോൾ ഇവരെങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് നമ്മൾ കാണണമല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയാണ് പോകണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എവിടെയാണ് ഇവർ വെള്ളം എടുക്കുന്നത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്, വെയിൽ കൊണ്ട് തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുടയും കൊണ്ട് ഞാൻ മാത്രം കുട എടുത്തേക്കുന്നത്. ഞാൻ അതിലൊന്നും കമൻറ്റ് ചെയ്തിട്ടാരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ കുറേ ആളുകളുണ്ടല്ലേ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞങ്ങൾ പറയണം, പലപ്പോഴും ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ കിണർ കുഴിക്കാൻ പറ്റും, ഇവർക്ക് കുഴിച്ചുകൂടാന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവർക്ക് കുഴിക്കാൻ പറ്റും. നമുക്ക് ഇവർ തന്നെയാണ് കുഴിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ സ്കൂൾ ഉണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണെങ്കിലും ഇവരെ മാക്സിമം ഉൾപ്പെടുത്തി ഇവരുടെ ഒരു എഫേർട്ട് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കുക. നമ്മളൊരു ചാരിറ്റി എന്നതിന് അപ്പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തനത്തെ ഒരിക്കലും ഒരു ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈ ഗ്രാമത്തിലെ ആളുകളുടെ കൂടെ നിന്നുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സ്വന്തമായിട്ടൊരു കാര്യം ഉണ്ടാക്കുന്നു, ഇവർ കിണർ കുഴിക്കുന്നു, നമ്മൾ അതിൻ്റെ കൂടെ ചെറിയൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. മലാവി ഡയറി ഇവർക്കൊരു സപ്പോർട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ഇവർക്ക് സ്വയം പര്യാപ്തമായി വരാനുള്ള ഒരു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറെന്ന് പറയുന്നത് കേട്ടോ, കണ്ടോ, ഇതിലാണ് ഇവർ അതായത് ഇതിന് ചുറ്റും കെട്ടിപ്പൊക്കുക എന്നുള്ളത് ഇവർക്ക് നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ എപ്പോഴും ഇവർക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ കാര്യം കണ്ടോ. ഇത് ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുളിക്കാനൊക്കെ ഉള്ള വെള്ളമാണ് ഇവിടുന്ന് എടുക്കുന്നത്. കുടിക്കാനുള്ള വെള്ളം കുറേ ദൂരം നിന്ന് നമ്മുടെ കിണറ്റിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടിരും കേട്ടോ. നമ്മളുണ്ടാക്കി കിണറ്റിൽ നിന്ന് കൊണ്ടുവരും, അത് കുറേ ദൂരെയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വെല്ലും കൂടെ ഉണ്ട്, അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അത്യാവശ്യം വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ കുഴിച്ചുണ്ടാക്കിയത് കേട്ടോ, അല്ലാതെ നമ്മൾ കൊണ്ട് കുഴിച്ചു കൊടുത്തിരുന്നല്ല. ഇവിടെ കിണറുകളുണ്ട്, ഈ കിണറുകളൊക്കെ ഇവർ തന്നെ കുഴിക്കുന്നതുമാണ്. They're afraid maybe that when they are removing that one, they also soil they can get going there. Inside that will complete. എന്താന്നറിയാം ഞങ്ങൾ ചോദിച്ചത് ആ വെല്ലെന്ന് പറയുന്നത് 42 ഫാമിലീസ് ഉപയോഗിക്കുന്ന ഒരു വെള്ളമാണ്. അതായത് കുളിക്കാന്, കുടിക്കാന്, അലക്കാന് എല്ലാത്തിനും ആ വെള്ളം എടുക്കുന്നതാണ് ഇവര് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ എടുക്കുന്ന കിണറാണെങ്കിൽ എന്തുകൊണ്ട് അവരാ പുല്ലൊക്കെ നന്നാക്കുന്നില്ല, വെട്ടി ക്ലീൻ ആക്കുന്നില്ല? അപ്പൊ അവര് പറഞ്ഞത് അത് പുല്ല് പറിക്കുമ്പോൾ ഇനി പിന്നെ അതിലേക്ക് മണ്ണിടിഞ്ഞ് അതിൽ ആ വെള്ളം ചീത്തയാവും എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ആ പുല്ല് അങ്ങനെ വളരുന്നത്. സേഫ്റ്റി ആയിട്ട് ആ പുല്ല് അവിടെ നിന്നോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് പറിച്ചെടുക്കുമ്പോൾ ഒന്നില്ലേ മണ്ണിടിയോ അല്ലെങ്കിൽ മണ്ണ് ചാടുകയൊക്കെ വിചാരിച്ചിട്ടാണ് അവരത് നന്നാക്കാത്തതെന്നാണ് അവർ പറയുന്നത്. പിന്നെ അപ്പുറത്ത് അവിടെ എന്താ ചെറുതുണ്ടെന്നൊക്കെ അവർ പറയുന്നു, മണ്ണിട്ട് മൂടിയെന്നോ മണ്ണ് ഇടിഞ്ഞു വീണു എന്നൊക്കെ പറയുന്നു. നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മളിപ്പോ ഇനി പോകുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ, അവിടെ കാണിച്ചു തരാം. അപ്പൊ നല്ല വെയിലാണ് ഇവിടെ. 42 ഫാമിലികൾ ഉപയോഗിക്കുന്ന ആ ഒരു കിണറെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസം വരുന്നില്ല. ഞങ്ങളപ്പോൾ വീണ്ടും മറ്റെവിടെയെങ്കിലും വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇവരോട്. പക്ഷേ എങ്ങനെ 42 ഫാമിലികൾ അത് ഉപയോഗിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത് ഏതാണെന്നുള്ളത്. ഇവർ പറയുന്ന ഇവിടെ ഒന്നും ഒരു എന്താ പറയുക, ചില വില്ലേജിൽ ശരിക്കും പറഞ്ഞാൽ നീറ്റ്നെസ് ഇല്ല, അവർ ക്ലീൻ ചെയ്യുന്നില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിവിടെ വേറൊരു പഴയതുണ്ടായിരുന്നു പറഞ്ഞാൽ അത് ഇടിഞ്ഞു പോയിട്ട് അവർ മൂടി എന്നാണ് പറയുന്നത്. കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞു പോകണ്ട. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സൈഡ് കെട്ടാത്തതാണ്. അപ്പോൾ സൈഡ് കെട്ടാനുള്ളൊരു
സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് എല്ലാ കിണറിനും സൈഡ് കയറ്റില്ല. അപ്പോൾ ഇവർ കിണർ കുഴിക്കാത്ത ആൾക്കാരോ അല്ലെങ്കിൽ കിണർ കുഴിക്കാൻ ബുദ്ധിയില്ലാത്ത ആൾക്കാരോ അല്ല, എല്ലാം ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് ഇടിഞ്ഞു പോകുന്നത് കാരണം ഇവിടെ മണ്ണ് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഇടിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും പറഞ്ഞാൽ ഇവർക്ക് വലിയ കിണറുണ്ടാക്കി കട്ട കൊണ്ട് കെട്ടി പൊക്കാനുള്ള സംവിധാനം ചെയ്യുക. കട്ട ഇവരുണ്ടാക്കും, പണി ഇവരെടുക്കും. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഇവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സ്പേർട്ടിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും കിണർ കുഴിക്കാനുള്ള, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടെ നമുക്കിത് ശരിക്കും പഠിക്കണം അല്ലേ. എന്താണ് ഇവിടെ ഈ 42 കുടുംബം എന്ന് പറയുന്നത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. 42 കുടുംബങ്ങൾ ഇവിടെ ഈ ഒരു ചെറിയ വെള്ളം കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ സത്യമാണല്ലേ നമുക്ക് അറിയാൻ പറ്റും. ndiye aunena kuti iwo angofuna kuti muzauza chinthu zachilungamo kunena kuti apapa mmene palili chitsime chija amagwisa ntchito anthu mabanja mukuti 42 ndesakufuna zinthu zabodza foti wina akozokuteka mwina kubweranso kuno kudzafufuza kuti odi ndizoona zoti chitsime chama mwa anthu 42 kubwera kuno kudzapeza kuti pena pali chitsime chimene anthu akumwa bwino. Akatero awa adzachita maifa amapanga mavidiyo za anthu kumaika pa YouTube paja amatha kuona aliyense wa dziko linaliro sakhoza kufuna akhoza kuona video imeneyo. Mawa adzakhala kuwabhire mawa one kuti ino ndinabodza amapanga iveni mavidiyo anu abodza pano kumanena kuti chitsime ichi pali anthu 42 koma chonsecho kuiso chitsime china. Ndewe chimene kungofuna musauza zinthu chilichonse chachilungamo muli mabanja mwakuti tiyendana mwakuti tikugwiritsa ntchito zinthu izi anthu mwakuti osati zabodza. Suti akunena kuti samanga chitsime chata apanga ndithu bwinobwino komana kungofuna kuti musauza zinthu zokhazokha zachilungamo ndi zoona zokhazokha kuti pamawa wina sadzabwetse vuta pakadzabwetsa vuta adzasiya kuthandiza ndiye kuti mwaphantha ambiri. Ndezimene akungofuna iwo zoti muzungu auza zinthu zenizeni zachilungamo osati kuti zabodza kuti ayi chifukwa choti munthu wabwera zapanga izi dedi namizeni koma iwo afuna chilungamo. Ifa chinthu imene athandiza Malawi ife sakuthandiza dziko lakwawo sakuthandiza wina ayi koma athandiza ife chilungamo chokha imene akungofuna nditi madzi amamwedwe apo mwe pachapo Ahora ahí venimos a luchar ya, más colorín. Yeah. Okay, they're saying that another way is this one, another way. അപ്പോൾ തമാല ഇത്രയും നേരം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ തമാല അവരോട് സംസാരിക്കുന്നത് ചിച്ചേവയിൽ സംസാരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ കിണർ കുഴിക്കുന്നില്ല എന്ന് പേടിച്ചിട്ട് കുഴിക്കാതിരിക്കുമെന്ന് പേടിച്ചിട്ട് നോണയൊന്നും പറയരുത്. അതായത് 42 കുടുംബങ്ങൾ ആ ഒരു ചെറിയൊരു കിണറിന്ന് വെള്ളം എടുക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും അത് വിശ്വസനീയമായിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഒരു കിണറ്റിൽ നിന്ന് തന്നെ 2 കുടുംബം വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം തീരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം 42 കുടുംബം ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതും ആ വെല്ലിൻ്റെ കോലം കണ്ടില്ലേ, ആകെ പുല്ലൊക്കെ നിറഞ്ഞ് അങ്ങനെയായി കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും നോണ ഞങ്ങളോട് പറയരുത്, കറക്റ്റായിട്ടുള്ള കാര്യം പറയണം. ഞങ്ങൾ എന്തായാലും ഇവിടെ കിണർ കുഴിക്കും, അതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞങ്ങൾ പോകത്തില്ല, കിണർ കുഴിക്കാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ തരണം എന്ന് പറഞ്ഞു. കാരണം എത്ര കുടുംബങ്ങൾ ഇതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു കിണർ കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് എവിടെയാണ് കിണറുള്ളത് എന്നൊക്കെ ഇവരോട് ശരിക്കുള്ള കറക്റ്റ്. കാരണം നമ്മളിത് പബ്ലിക്കലി വിടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം പബ്ലിക്കായിട്ട് ഒരു കാര്യം വിടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയണില്ലേ, പിന്നെ ആരെങ്കിലും വന്ന് ബ്ലെയിം ചെയ്യാനും അങ്ങനത്തേനൊക്കെ നിൽക്കും. അപ്പം നമ്മൾ ഇവരോട് പറയുമായിരുന്നു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരണം എന്നുള്ളത്. അപ്പോൾ അതാണ് തമാല ഇവരോട് സംസാരിച്ചത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ മൂടി കിടക്കുന്ന ഈ ഒരു കിണറും ആ ഓപ്പണായി കിടക്കുന്ന ആ പുല്ല് നിറഞ്ഞ ആ ഒരു കിണറും മാത്രമേ ഈ ഒരു വില്ലേജിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും കിണറില്ല, 42 കുടുംബവും അത് തന്നെ എടുക്കണമെന്നാണ് ഇവർ തർപ്പിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾക്ക് വേറൊരു വഴിയില്ല, നമ്മളത് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇവരാരും കുറ്റമൊന്നും പറയില്ല, നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് ചിച്ചവേൽ ഇവരോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ വില്ലേജിൽ നിൽക്കുകയാണ്, ഇവരോട് കുറേ കാര്യങ്ങൾ സംസാരിച്ച്. അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ കിണർ കുഴിക്കുന്ന സമയത്ത് പല ആൾക്കാരും ചോദിച്ചു ഇവർ മണ്ടന്മാരാണോ, ഇവർക്ക് കിണർ കുഴിച്ചു വിടുന്നത്. അപ്പോൾ നമ്മൾ കണ്ട കിണർ കണ്ടില്ലേ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കിണറുകളൊക്കെ ഇവർക്കുണ്ട്. എന്തുകൊണ്ട് വലുത് കുഴിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ വലുത് കുഴിച്ച് കഴിഞ്ഞാൽ മണ്ണിടിഞ്ഞ് വീഴും. ഈ മണ്ണിടിഞ്ഞ് വീണിട്ട് ഈ കിണർ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇവർ കുഞ്ഞൊരു കുഴി കുഴിക്കും. ഒരാൾക്ക് ഇറങ്ങാൻ പാകത്തിന് പോയിട്ട് കുഞ്ഞൊരു കുഴി കുഴിച്ചാൽ അത് അതുകൊണ്ട് കെട്ടിപ്പൊക്കണ്ട. പക്ഷെ നമ്മളുണ്ടാക്കുന്ന വലിയ കിണറാകുമ്പോൾ തന്നെ കട്ട കൊണ്ട് കെട്ടിപ്പൊക്കണം. ഈ കട്ട കൊണ്ട് കെട്ടിപ്പൊക്കുക എന്ന് പറയുമ്പോൾ അവിടെ നല്ലൊരു പണിക്കാരൻ ആവശ്യമുണ്ട്, കിണർ കുത്തുന്ന എക്സ്പേർട്ട് ഉള്ള ഒരാൾ ആവശ്യമുണ്ട്, സിമൻറ്റ് ആവശ്യമുണ്ട്, അതുപോലെ കട്ട ആവശ്യമുണ്ട്, കട്ട കൊണ്ട് മണൽ ആവശ്യമുണ്ട്. ഇങ്ങനെ കുറേ ആവശ്യമുണ്ട്. ഇതെല്ലാം ഈ വില്ലയിലെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പം ഇതൊക്കെ ഉള്ളേരിയകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം നമ്മുടെ രാജ്യങ്ങളിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും NGOസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ
ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുക. വെള്ളമില്ല എന്ന പ്രശ്നമേ ഇവിടെ ഇല്ല. വെള്ളമുണ്ട്. ആ കിണറ്റിലെ വെള്ളം അവർ കുടിക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോഴും കുടിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. 42ഓളം കുടുംബങ്ങൾ ആ കിണറ്റിലെ വെള്ളം കൊണ്ട് നടത്തുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ നമ്മളോട് ആവശ്യപ്പെട്ടതല്ല, നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ആ കിണർ പോലെ, അതായത് ആ കിണറ്റിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും മറ്റ് കിണറ്റിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവരോട് നമ്മളോട് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ഓപ്പൺ കിണറുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് വെള്ളം എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എഗ്രി ചെയ്തു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ സത്യമായ കാര്യമാണ് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ ഈ വില്ലേജ് കൂടെ ഒക്കെ കുറേ നടന്നൊക്കെ കണ്ടു. ഇവിടെ എവിടെയും വേറൊരു കിണർ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കിണർ കുഴിക്കാമെന്ന് തന്നെ തീരുമാനത്തേക്ക് പോവാണല്ലേ. അപ്പോൾ കിണർ കുഴിക്കാൻ നമ്മുടെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. അപ്പം അവിടെയാണ് നമ്മൾ ഈ ഒരു വില്ലേജിൻ്റെ സെൻറ്റർ ഭാഗത്താണ് കിണറുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോണേ. അതെ, കിണർ കുഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാം. വീണ്ടും നമ്മളിങ്ങനെ വീണ്ടും എൻക്വയറി വരാൻ കാരണം ഇവിടുത്തെ MP അടക്കം നമ്മളോട് പറഞ്ഞു ഈ ഒരു സഹായം നിങ്ങൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കണം ഇവിടുത്തെ ആളുകൾക്ക്. കാരണം എല്ലാ കിണറുണ്ടെങ്കിലും ശുദ്ധമായ വെള്ളം കിട്ടാനുള്ള സോഴ്സ് കുറവാണ്. അപ്പോൾ അത് ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കും അത്യാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ശുദ്ധമായ വെള്ളം കിട്ടാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് ഇവിടുത്തെ MP വരെ നമ്മളോട് പറഞ്ഞു. ഇവിടുത്തെ സീനിയർ ചീഫ് ഞങ്ങളോട് പറഞ്ഞു. കാരണം നിങ്ങളൊരു ഇമ്പൂസി വില്ലേജിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് ബാക്കി എല്ലാ വില്ലേജിലെ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞു നമ്മളെ കൊണ്ട് ചെയ്യാം. ആളുകൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിണർ കുഴിച്ച പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ ആളുകൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഏത് വില്ലേജിലും വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മലാവി ഡയറിയുടെ പ്രവർത്തനം അതിന് വേണ്ടിയാണ്. എപ്പോഴും പറയാമല്ലോ, നമ്മുടെ മലാവി ഡയറിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ നമ്മൾ ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കൃഷി അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈ സീസൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ വേനൽക്കാലത്ത് കൃഷി ചെയ്യാമെന്നാണ് അവരെ പഠിപ്പിക്കാൻ പോണത്. അപ്പോൾ വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റൂല എന്നുള്ള ചിന്താഗതി മാറ്റുന്നു. കുളം കുഴിച്ച് അതിനകത്ത് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കിണർ കുഴിച്ചിട്ട് അതിലെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ള കാണിക്കുന്നു. എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കാണിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വലിച്ചു കിട്ടുന്നില്ല, ഞങ്ങൾ വേഗം നമ്മുടെ കിണർ കുഴിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു. നമ്മൾ കിണർ കുഴിക്കാൻ പോകുന്ന സ്ഥലമാണിത്. ഇത് ചുവേഡ എന്ന് പറഞ്ഞ വില്ലേജാണ്. ചുവേഡ വില്ലേജ് മാലിക് എന്ന് പറഞ്ഞ ചീഫാണിത്. ഈ ചീഫിൻ്റെ സ്ഥലത്താണ് നമ്മൾ കിണർ കുഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ചീഫുമാരുടെ വീടുകളും ചീഫുമാരുടെ സ്ഥലം എടുക്കുന്നത് ആവശ്യം. ചീഫ് എന്ന് പറഞ്ഞാൽ ഈ വില്ലേജിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ സ്ഥലത്തിൽ കിണർ കുഴിച്ചാൽ ഈ ഗ്രാമത്തിലെ മനുഷ്യർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. മറ്റൊരു സ്ഥലത്ത് കുഴിച്ചാൽ അപ്പോൾ അവർ നാളെ സ്വന്തം എന്ന് പറയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു പബ്ലിക്കലി ഒരു ലാൻഡ് പോലെ നമുക്ക് കാണാൻ പറ്റും. ചീഫിൻ്റെ അണ്ടറിലൊരു സ്ഥലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചീഫിൻ്റെ ഈ ഒരു ലാൻഡിൽ ഈ പ്രദേശത്ത് വെള്ളം കുഴിച്ചാൽ നമ്മൾ ഇമ്പൂസി വില്ലേജ് കുഴിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് ഇവിടെ വെള്ളം കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. എഗ്രി നമ്മൾ ചെയ്തു. അപ്പോൾ നല്ലൊരു കിണർ ഇവിടെ നമ്മൾ കുഴിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കിണർ പറഞ്ഞില്ല, അതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ. ചില വില്ലേജുകൾ ഭയങ്കര നീറ്റാണെങ്കിൽ ചില വില്ലേജ് അതിൽ നിന്ന് കുറച്ച് പുറകെയായിരിക്കും. ചിലപ്പോൾ അവരെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാർഡ് വർക്കായിട്ട് പുറത്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. അതായിരിക്കാം ചിലപ്പോൾ. ഒരിക്കലും നമ്മൾ അവരെ ബ്ലെയിം ചെയ്യില്ല കേട്ടോ ഇതൊന്നും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശത്ത് അടിപൊളി കിണർ കുഴിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വില്ലേജിൽ നമ്മൾ ഇവർക്കൊരു വാക്ക് കൊടുക്കാൻ പോവുകയാണിപ്പോൾ നമ്മൾ കിണർ കുഴിക്കുന്നുള്ളത്. അപ്പോൾ എന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ മഴയാണ്. അപ്പോൾ മഴയൊന്ന് കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ. അതായത് കിണർ കുഴിക്കുന്ന സമയത്ത് ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഉണ്ടാവണം. അത് ഇവരാണ് ഈ കിണർ കുഴിക്കുന്നത്. നമ്മൾ ചെറിയ ബാക്ക് സപ്പോർട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി ഉള്ള സപ്പോർട്ട്, അതാണ് നമ്മുടെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് മാനുവലി ഇവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ വില്ലേജിൽ 42 കുടുംബങ്ങളുണ്ട്. 42 കുടുംബങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളതാണ്. അവരുടെ എന്താ പറയുക ശ്രമഫലം കൊണ്ട് ഒരു കിണർ കുഴിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ക്രെഡിറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ഈ ആളുകൾ സ്വയമായിട്ട് ഒരു കാര്യം ചെയ്തുണ്ടാക്കിയ സംതൃപ്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് മലാവി ഡയറിയുടെ പ്രവർത്തനം. അപ്പം എന്തായാലും മതില് പോലെ അപ്പൊ നമ്മള്
ഒരു വില്ലേജിലെ കിണറിന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ല. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് തൊട്ട് വേറെ ഒരു വില്ലേജിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒരു 3 വില്ലേജാണ് ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ MP അദ്ദേഹം നമ്മൾക്ക് സജസ്റ്റ് ചെയ്ത് തന്ന 3 വില്ലേജാണ്. ഇവിടെയാണ് വെള്ളമില്ലാത്തതെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ സീനിയർ ചീഫ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു ലേഡി സീനിയർ ചീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ 3 വില്ലേജാണ് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞതാണ് ഇവിടെ ഒരു ബോർവെല്ലുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബോർവെല്ലിൻ്റെ ഈ ഒരു സാധനത്തിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സാധനം എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒരു മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് നോക്കുക എന്താണ് ഇതിന് എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പാർട്സ് എന്തായാലും വന്നാലും നമ്മൾ മേടിച്ചു കൊടുക്കാം. സിമ്പിളാണ്, ഇത് സിമ്പിളായിട്ട് നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാവുന്ന കാര്യമാണത്. അപ്പോൾ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പറഞ്ഞു. അപ്പോൾ ഇവരിപ്പോൾ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലം, അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ ഇത് പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് വർക്ക് ചെയ്യാതെ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് കിട്ടിയില്ലെങ്കിൽ ഇവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന കിണറുണ്ടല്ലോ, ആ കിണറിന്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ? അതെ, നമുക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളോട് നമ്മുടെ ഒരു ആദ്യത്തെ കിണറുണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് കിണർ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ഇവിടുത്തെ വില്ലേജ് ചീഫും അല്ലെ നമ്മളെ കണ്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ MP ഒക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചെയ്തു കൊടുക്കണം. ഇവിടുത്തെ ആൾക്കാർ എന്തിനും തയ്യാറാണ്, അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളൊരു ബാക്ക് സപ്പോർട്ട് വേണം, ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെയാണ് വേണ്ടതെന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, പോയിട്ട് ഈ വില്ലേജിൽ കാണാൻ കരുതി. ട്രൂ ആണ് എങ്കിൽ ഇവർ പറയുന്നത്, ഇപ്പം എന്താ പറയുക MP-യും ഇവിടുത്തെ സീനിയർ ചീഫൊക്കെ പറയാന്ന് ട്രൂ ആയിരിക്കും. അവർ ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇവിടെ എത്രമാത്രം ഇത് ആവശ്യകത ഉണ്ടെന്നുള്ളത്. മറ്റേ ആ ബോർവെല്ല് നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ, അത് വേറെ പ്രശ്നമൊന്നുമില്ല. ആ ബോർവെല്ലിന് മാത്രം അതിന് അത്യാവശ്യം വില ഉണ്ട് ആ സാധനത്തിന്, അതാണ് അവർ റീപ്ലേസ് ചെയ്യാത്തത് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ കരുതി എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തതല്ല, അപ്പോൾ ആ സാധനത്തിനൊക്കെ അത്യാവശ്യം വിലയുള്ളതാണ്. ഫിനാൻഷ്യലി ആണ് ഇവർ കുറച്ച് ബാക്കിക്കുള്ള, ബാക്കിയൊന്നും കുഴപ്പമില്ല. അതെ, ഇവിടെ ഉള്ള കിണർ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് വലുതാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വലുതാക്കി കൊടുക്കാം. ഏതാണ് ബെറ്റർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് വന്ന വില്ലേജിലെ കിണറാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഈ കിണറൊക്കെ ഇവർ മനുഷ്യന്മാർ കുഴിച്ചെടുത്താണ്. അപ്പൊ നമ്മൾ ഈ വില്ലേജിൽ വന്നപ്പോൾ ഇവിടുത്തെ കിണർ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കിണർ അത്യാവശ്യം നല്ല കിണറാണ്, വെള്ളമൊക്കെ കുഴപ്പമില്ലാത്ത വെള്ളമാണ്. ആകെ നമുക്കിപ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് കിണർ കുഴിക്കുക എന്നതിലുപരി ആ ബോർഹോളിന്റെ സംഭവം ഒന്ന് ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതർവൈസ് ബാക്കി വെള്ളമൊക്കെ നല്ല വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു വില്ലേജിൽ ഓക്കെ ആണെന്ന് തോന്നുന്നു വെള്ളം. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ വില്ലേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബോർഹോള് നമ്മൾ ശരിയാക്കി കൊടുക്കാൻ പോവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വില്ലേജ് പോയി കാണിച്ചു കൊടുക്കാം. പീറ്റി വെള്ളം കുടിക്കുന്നത് അതിന്റെ വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളം. ഇത് ഒരു ബോർഹോൾ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ബോർഹോളുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാൻഡ് പമ്പ് വെക്കുന്നുള്ളൂ. ഇതിന്റെ ഇങ്ങനെ കുഴിച്ചിട്ട് അതിലേക്ക് ഹാൻഡ് പമ്പ് ഫിറ്റ് ചെയ്യുന്നുള്ളൂ. നല്ല വെള്ളം കേട്ടോ, നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ, അടിപൊളി വെള്ളം നോക്കാം. കാരണം അത്യാവശ്യം ഉറപ്പുള്ള മണ്ണുമാണ്, ഇടിയൊന്നുമില്ല കേട്ടോ. സൈഡൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ തൊട്ടിയൊക്കെ തട്ടിയിട്ടുള്ള ഇടിച്ചിൽ മാത്രമല്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു കപ്പിയും കരക്കിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ, അതാകുമ്പോൾ ചെയ്ത് കൊടുക്കുക. ഒരു കപ്പിയും കരക്കിട്ട് കൊടുത്താൽ ഞാൻ ഇത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ബോർവെല്ല് വേണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനം, ഇവിടെ ഒരു ഹാൻഡിലും ഉണ്ടാവും, ഇവിടെ ഹാൻഡിലും ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയി പോയതാണ്. അപ്പോൾ ഇത് അഴിച്ച് നോക്കിയെങ്കിൽ അറിയുള്ളൂ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. നമ്മളത് അഴിച്ച് നോക്കും. ഞാനിതിനകത്ത് ഇതിൻ്റെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു വില്ലേജുണ്ട്, 3 വില്ലേജുകളാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 സ്ഥലം കണ്ടു, 3ാമത്തെ സ്ഥലത്തേക്ക് പോവാം നമ്മൾ. അപ്പം ഞങ്ങൾ 3ാമത്തെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചെടി, അയ്യോ കാണുന്നില്ലേ, ഇതാ കണ്ടോ, ശരിക്കും ബാക്ക് ക്യാമറയിലിട്ട് കാണിച്ചു തരാം. മറ്റേ മുള്ളിൻ്റെ ചെടി എത്രയും വലുപ്പത്തിൽ. അപ്പോൾ 3ാമത്തെ വില്ലേജിൽ വന്നപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ബോർഹോളാണ്. ഈ ഒരു വില്ലേജിൽ ഈ ഒരു ബോർഹോൾ ഉള്ളതെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, സോറി ബോർവെല്ലുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബോർവെല്ലിൽ നിന്ന് കിട്ടുന്നത് ഉപ്പ് വെള്ളമാണ്. അതുകൊണ്ട് ഇവർക്ക് അലക്കാൻ പോലും പറ്റുന്നില്ല, അലക്കുമ്പോൾ സോപ്പൊന്നും പതയുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ദൂരം പോയിട്ട് വേണം അലക്കാനൊക്കെ. പക്ഷെ കുടിക്കാൻ വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു കിണർ പോലത്തെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി അതൊന്ന് പോയി കാണാം കേട്ടോ. അടുത്തത് ഇവിടെയാണ് ഇവർ വെള്ളം എടുക്കുന്നത്.
ഇപ്പം നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സീനിയർ ചീഫിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം അവിടെ ബോർഹോൾ ഉണ്ട്. പക്ഷെ അതിനകത്ത് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടറാണ്. അത് ശരിക്കും പറഞ്ഞാൽ അലക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് സോപ്പ്. അതുകൊണ്ട് പത വരില്ല എന്ന് അങ്ങനെ എന്തോ പറയുന്നത് അലക്കുമ്പോൾ. അതുകൊണ്ട് അവർ ഇവിടെ ഒരു പുഴയിൽ പോയിട്ടാണ് അലക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ബോർഹോൾ പോലെ തന്നെയായിരുന്നു. ഡാമേജ് ആയി കഴിഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ സ്ലാവൊക്കെ എടുത്ത് മാറ്റി ഇട്ടേക്കാണ്. അപ്പോൾ അതൊരു ഓപ്പൺ വെള്ളം ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കെട്ടിപ്പോയി. ഇപ്പോൾ മഴവെള്ളവും ചെളിയും എല്ലാം അതിനകത്ത് പോകും. അപ്പോൾ അത് കെട്ടിപ്പോക്കി നല്ല വൃത്തിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ ജലം കിട്ടും. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കിണറാണ് അതെന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. നോക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ആദ്യം കണ്ട ആ ഒരു വെല്ലിനാണ്. അപ്പോൾ ഇവർ ചൂസ് ചെയ്ത 3 സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ആ ഫസ്റ്റ് വില്ലേജിനാണ്. ഇവിടെ രണ്ടിടത്തും വെള്ളമുണ്ട്. പക്ഷേ ഇങ്ങനെ ശുദ്ധമായ വെള്ളം എന്ന് പറയാൻ പറ്റില്ല, അതിനകത്ത് ചെളി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ചുറ്റുമാരെ കെട്ടിയൊരു കപ്പിയും കാരൊക്കെ ഇട്ട് കൊടുക്കും. കാരണം ഇവിടെ കയറില്ല, ഒരു പ്ലാസ്റ്റിക്കിന് എന്തൊക്കെയാണ് കെട്ടിയിട്ടേക്കുന്നത്. അതൊന്ന് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പൈപ്പ് കൊണ്ടുവന്ന് എത്ര ആഴമുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ നമ്മുടെ മലാവിയിൽ ഇപ്പൊ മഴക്കാലാണ്. അപ്പൊ മഴക്കാലത്ത് ഇവിടെ കിണർ കുത്തിയിട്ടുണ്ടെങ്കിൽ 2 മീറ്റർ കൊണ്ട് തന്നെ നമുക്ക് വെള്ളം കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മഴയൊന്ന് തീരുന്നത് വരെ ഒന്ന് കാത്തിരിക്കുകയാണ്. അപ്പൊ ആ സമയം കൊണ്ട് ഇവർക്ക് കട്ടയൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു 2-3 മാസത്തേക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പത്തേക്കിനും കട്ടയാകും, മണലാകും. അതിനൊന്നും നമ്മൾ ക്യാഷ് ചെലവാക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നതാണ്. നമ്മുടെ ഇമ്പൂസി വില്ലേജിലാണെങ്കിലും കിണറുണ്ടാക്കിയപ്പോൾ കട്ടയും മണലൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് കുറേ എക്സ്പെൻസ് ഉണ്ടാകും. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേനലാവാൻ കാത്തിരിക്കുകയാണ് ഇവിടെ കിണർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.